ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ എൻ്റെ കർത്താവ് നൽകിയിരിക്കുന്ന വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാന്യ ശ്രോതാക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം ബൈബിളിനെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾ ഏതൊക്കെ നിലയിലാണ് അതിൻ്റെ അന്തസത്തയെ വളച്ചൊടിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ നിന്നും പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നു. ബഹുഭൂരിപക്ഷം ആളുകളും എന്താണ് പറയുന്നതെന്നോ മനസ്സിലാക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിയില്ല. രണ്ടാമത് ഈ പറയുന്നവർക്കും എന്താണ് അതിൻ്റെ അന്തസത്ത എന്നും മനസ്സിലാകുന്നതുപോലെ എനിക്ക് തോന്നുന്നു. നമുക്കറിഞ്ഞുകൂടാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതിനെ നമ്മളങ്ങ് വിട്ടുകളയുക, അറിയാവുന്നുള്ളത് പറയുക, പ്രസംഗിക്കുക. അത് ദൈവനാമ മഹത്വത്തിന് പ്രയോജനമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. യേശു ഒരിക്കൽ ഒരു ഉപമ പറഞ്ഞു. ന്യായശാസ്ത്രിയുടെ ചോദ്യത്തിന് ഒരു ഉപമ. അതിൻ്റെ കാര്യം കൂട്ടുകാരൻ ആരാണ്, നിൻ്റെ കൂട്ടുകാരൻ ആരാണ് എന്ന ന്യായശാസ്ത്രിയുടെ ചോദ്യം. യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്. ഇങ്ങനെ പലപ്പോഴും യേശുവിനെ പരീക്ഷിക്കുക ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ജോലിയാണ് സ്ഥിരമായിട്ട്. ഇവിടെയും യേശുവിനോട് കൂട്ടുകാരൻ ആരാണ് എന്ന ചോദ്യത്തിന് യേശു ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ ജെറൂസലേമിൽ നിന്നും യെരിഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടുപോയി. അപ്പോൾ ജെറൂസലേമിൽ നിന്ന് യെരിഹോ എന്ന് പറയുന്ന ശമരിയ പട്ടണത്തിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു വഴിയരികെ. ഇപ്പോൾ ജെറുസലേമിൽ നിന്നാണ് പോകുന്നതെന്നുള്ളത് കൊണ്ട് തൻ്റെ കയ്യിൽ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ഉള്ളതൊക്കെ പിടിച്ച് വാങ്ങി അവനെ വസ്ത്രം അഴിച്ച് അർത്ഥപ്രാണനായി അവിടെ ഇട്ടിട്ട് പോയി. അവന് നല്ല അടിയൊക്കെ കൊടുത്തിരിക്കാം. അവൻ മരണത്തിനും ജീവനും തമ്മിൽ ഒരു യുദ്ധം ചെയ്ത് അങ്ങനെ അർത്ഥപ്രാണനായി അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ അവൻ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ആ വഴിയായിട്ട് ഒരു പുരോഹിതൻ വന്നു. ഈ മനുഷ്യനെ കണ്ടിട്ട് കണ്ടഭാവം പോലും കാണിക്കാതെ കടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലേവ്യൻ വന്നു. ഇവരെല്ലാവരും കർത്താവ് മനസ്സിൽ കരുതിയിരിക്കാം. ഇവരെല്ലാം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരും ചെയ്യേണ്ടവരുമാണ്. ഏതായാലും അവരിറങ്ങി ഇവനെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്തില്ല. മൂന്നാമതായിട്ട് ഒരു ശമര്യക്കാരൻ വന്നു. ഈ ശമര്യക്കാരൻ അവിടെ ഇറങ്ങി അവൻ്റെ വാഹനത്തിൽ ഈ മനുഷ്യനെ എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി ശുശ്രൂഷിച്ച് മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി സംരക്ഷിക്കുവാനായിട്ട് കൊണ്ടുപോയി.
അവിടെ ആ സത്രക്കാരനെ 2 വെള്ളിക്കാശ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ കാശുകൊണ്ട് നീ ചിലവാക്കുക, അധികം വല്ലതും ചിലവായാൽ ഞാൻ മടങ്ങി വരും, അപ്പോൾ തിരികെ തന്നുകൊള്ളാം, എല്ലാം വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഇതാണ് കഥ. അപ്പോൾ ഇതൊരു സംഭവം യേശു ഒരു ഉപമയിലൂടെ പറഞ്ഞ് അവന് കൂട്ടുകാരൻ ആരാണ്. അപ്പോൾ ആ ന്യായശാസ്ത്രി പറഞ്ഞു, ആപത്തിൽ സഹതാപം സഹകരിച്ച ശമരിയക്കാരൻ തന്നെയാണ് കൂട്ടുകാരൻ. അപ്പോൾ യേശു പറഞ്ഞു, പരീശനായ നീ, ന്യായശാസ്ത്രിയായ നീ അതുപോലെ ചെയ്യുക, ഒരു ശമരിയക്കാരനെ പോലെ ചെയ്യുക. കഷ്ടതയും ഭാരവും വേദന അനുഭവിക്കുന്നവർക്ക് ആരെന്ന് നോക്കാതെ, ശമരിയക്കാരൻ സാധാരണ അന്നത്തെ കാലത്ത് യഹൂദന്മാരുമായിട്ട് വലിയ സംബന്ധമൊന്നുമില്ലാത്തവരാണ്, അടുപ്പമൊന്നുമില്ല. അതുപോലെ നീയും ചെയ്യണം, അപ്പോഴാണ് നിൻ്റെ കൂട്ടുകാരനാകുന്നത് എന്ന് യേശു അവനോട് പറയുവാനിടയായി. ഇവിടെ യേശു 2 വെള്ളിക്കാശ് കൊടുത്തു. പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ മുറിവേറ്റ മനുഷ്യൻ, ചിലർ പറയുന്നത് അവർ നല്ല ആത്മീയനായിരുന്നു, ഒടുവിൽ വഴിതെറ്റിപ്പോയി, അവൻ പോയ യാത്ര ശരിയല്ല, അവൻ പോയി കള്ളന്മാരുടെ ഗുഹയിലേക്കാണ് പോയത്, ഈ എരിഹോവിന് ഈന്തപ്പനകളുടെ നാടെന്നും നീതിയില്ലാത്തവർ താമസിക്കുന്ന കള്ളന്മാരുടെ താമസിക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ അത് പോയത് മാനസാന്തരപ്പെട്ടവൻ ഏതെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ അവനെ പിശാച് പിടിച്ച് അടിച്ച് ഇടിച്ച് വസ്ത്രം അഴിച്ച് അർത്ഥപ്രാണനാക്കും എന്ന് ഒരു വ്യാഖ്യാനം. 2 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഞാൻ പ്രസംഗം കേട്ടത് അടുത്തോളം പുതിയ നിയമവും പഴയ നിയമവുമാണ് ആ വെള്ളിക്കാശ്. ആ വഴിയമ്പലക്കാരന് കൊടുത്ത വെള്ളിക്കാശ് പുതിയ നിയമവും പഴയ നിയമവുമാണ്. അതിനെ ചിലവാക്കിക്കൊള്ളണം, അത് വെച്ച് വായിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊള്ളണം. ഈ മറ്റു ചിലർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്, അത് അപ്പവും വീഞ്ഞുമാണ്, തിരുവോസ്തിയാണ്, അത് വച്ച് ചിലവാക്കിക്കൊള്ളണം. തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതെടുത്താൽ മതി, ഇനി കർത്താവ് വരുവോളം തിരുവോസ്തി കൊണ്ട് അല്ലെങ്കിൽ കർത്തൃമേശ കൊണ്ട് ജീവിച്ചോളാൻ പറ്റും എന്നുള്ളതാണ്. മറ്റു ചിലർ പറയുന്നത് ഇത് സ്നാനവും കർത്തൃമേശയാണ്. മാനസാന്തരപ്പെട്ട ഒരുത്തൻ സ്നാനപ്പെടണം, കർത്തൃമേശയിൽ പങ്കെടുക്കണം. ഇങ്ങനെ അതിനെക്കുറിച്ച് പിന്നെ 1 മണിക്കൂർ വിശദീകരിച്ച് പറയുമ്പോൾ ആളുകൾ എന്ത് മനസ്സിലാക്കുന്നു? ഞാൻ മനസ്സിലാക്കിയത്, കർത്താവ് നിൻ്റെ കൂട്ടുകാരൻ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കൂട്ടുകാരൻ ആര് എന്നുള്ള അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനാണ് ഒരു ഉപമ പറഞ്ഞത്. യേശുവിനെ നിൻ്റെ കൂട്ടുകാരൻ, ശമരിയക്കാരനും ആയാലും യഹൂദനായാലും
ജെറുസലേമിൽ പാർക്കുന്നവനായാലും എവിടെ താമസിക്കുന്നവനായാലും കൂട്ടുകാരൻ എന്ന് പറഞ്ഞിരിക്കുന്നവൻ ആപത്തിൽ ഇരിക്കുന്നവനാണ്. അവനെ സഹായിക്കുക, സഹകരിക്കുക, അവൻ ഏത് രീതിയിൽപ്പെട്ടവനാണെന്ന് നമ്മൾ വിധി എഴുതാതിരിക്കുക. ഇതാണ് യേശു വാസ്തവത്തിൽ അവിടെ പറഞ്ഞത്. പക്ഷെ നമ്മുടെ വ്യാഖ്യാനം പലതലയിലായി. ഇനി സത്രം സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ് ഒരു മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവരുത്തനെ പ്രാപിച്ചവൻ്റെ അടുക്കലാണ് ഈ മുറിവേറ്റവനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഇതുപോലെ ബൈബിളിലെ മിക്കവാറും കാര്യങ്ങൾ ഒന്ന് കിട്ടിയാൽ കാര്യങ്ങളെ അതിനെ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ പറഞ്ഞ് അതിനെ വളച്ച് ഓടിച്ച് നിവർത്തി എടുക്കുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് യാതൊരു കുട്ടിക്കും മനസ്സിലാകും കൂട്ടുകാരൻ ആരാണ് എന്നുള്ളതിന് ഒരു ഉപമ കർത്താവ് പറഞ്ഞതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമുക്ക് ഈ സംഭവം മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, വചനം വായിക്കുമ്പോൾ വ്യക്തമായി വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത് അതിനെ ആ നിലയിൽ പഠിപ്പിക്കുവാനുള്ള ഒരു ഹൃദയവും കൃപയും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഓരോ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുവാൻ ഇടതരട്ടെ. അല്ലെങ്കിൽ നാമും നമ്മളെ കേൾക്കുന്നവരും തെറ്റിപ്പോകുമെന്നുള്ളതിന് സംശയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വവല്ലഭനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ ഈ ഭൂമിയിൽ അങ്ങയുടെ വചനത്തെ പറയുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം അങ്ങയിൽ നിന്ന് പഠിച്ച് നിശ്ചയം പ്രാപിച്ച് അത് പറയുവാനും പഠിപ്പിക്കുവാനുള്ള കൃപ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ദൈവമേ, ഈ ചാനൽ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും വിവിധ നിലകളിൽ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് സന്തോഷമെന്ന് തോന്നിയാൽ, ശരിയാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോടും അറിയിക്കുക. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ.